ശബരിമല സർക്കാരിനെ വിടാതെ പിന്തുടരുകയാണ്. അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡിക്കെതിരെ കേസെടുത്ത പോലീസിനോട് കേസെടുക്കണ്ട എന്ന് ഇപ്പോൾ പറയുകയാണ്. വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ യൂട്ടേൺ അടി. പിറകെ ഇതാ വരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘത്തിന് ആലസ്യമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. അറസ്റ്റിൽ എന്തിനാണ് വിവേചനമെന്ന് കോടതി ചോദിക്കുന്നു. ഡിസംബർ 5-ന് ശേഷം അന്വേഷണം മന്ദീഭവിച്ചുവെന്നാണ് കോടതിയുടെ വിമർശനം. ഒരു പാരഡി ട്രാജഡി ആവുകയാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, ഇടതു സഹയാത്രി അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് CK വിദ്യാസാഗറിലേക്ക്. CK വിദ്യാസാഗർ, ഒരു പാരഡി ഗാനത്തോടുള്ള അസഹിഷ്ണുത എന്നാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ വിശദീകരിക്കുന്നത്. അത് ഒരു അസഹിഷ്ണുത മാത്രമാണോ, അതല്ല ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിലുണ്ടായ ഒരു ഭയമാണോ ഇങ്ങനെ പെരുമാറുന്നതിന് പിന്നിൽ? വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊരു പഴയ ചൊല്ലുണ്ട്. ആ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ഓരോ ചെയ്തികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഉപദേശം കൊടുക്കുന്നത് ആരാണ് എന്നറിയില്ല. ഏതായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ചില ചിത്രങ്ങൾ അവതരിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുവാദം നൽകുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വശത്ത് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ ആരോ ഒരു സരസൻ ഒരു പാരഡി ഗാനം ഉണ്ടാക്കി പാടിയപ്പോൾ അതിൽ അസ്വസ്ഥരാകുന്നത് മറുവശത്ത്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് സംയോജിപ്പിക്കുക എന്നെനിക്കറിയില്ല. ഇതെല്ലാം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിന് ആരുടെയെങ്കിലുമൊക്കെ മതവികാരമൊക്കെ വ്രണപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ കേസിനൊക്കെ പോവുക എന്ന് പറയുന്നത് വളരെ ബാലിശം എന്ന് വിശേഷിപ്പിച്ചാൽ ബാലന്മാർക്ക് കൂടി അത് അപമാനകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അസ്വസ്ഥതകൾ പല വിധത്തിലുണ്ടാകാം. ഓരോ തെരഞ്ഞെടുപ്പ് പരാജയമോ അല്ലെങ്കിൽ സെറ്റ്ബാക്കൊക്കെ ആവുമ്പോൾ സ്വാഭാവികം. പക്ഷേ ഈ അസ്വസ്ഥതകളെ വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയുക എന്ന് പറയുന്നതാണ് ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി അഥവാ വിവേകം. അതിൻ്റെ ഒരു അഭാവം ഈ ഒരു പ്രകടനത്തിൽ വളരെ ദൃശ്യമാവുന്നുണ്ട്. അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി, കൂടുതൽ പബ്ലിസിറ്റി ആ വിഷയത്തിന് കൊടുക്കാനും അത് കൂടുതൽ ചർച്ചകളിലേക്ക് വഴി നയിക്കാനും ഒക്കെയാണ് അവസരമൊരുക്കുന്നത് എന്നെനിക്ക് തോന്നി പോവുകയാണ്. അതുകൊണ്ട് അതായത് ഇതൊരു അനാവശ്യ വിവാദം ഉണ്ടാക്കലാണെന്ന് അറിയാത്തവരായിരിക്കില്ലല്ലോ CPM നയിക്കുന്ന പോലീസും ഈ രാജു എബ്രഹാമിനെ പോലുള്ള CPM നേതാക്കളൊന്നും. പക്ഷേ അവിടെ ശബരിമലയിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കുന്നു, സ്വർണ്ണക്കൊള്ള തങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുന്നു എന്ന ഒരു ബോധ്യത്തിൽ അതേ ശബരിമലയെ ഉപയോഗിച്ച്, അതേ അയ്യപ്പനെ ഉപയോഗിച്ച് ഒരു മറുമരുന്ന് എന്ന നിലയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുക, അപ്പോൾ സംഘപരിവാർ പോലും ഇതിലൊരു വികാരവും വ്രണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. BJPക്ക് പോലും അങ്ങനെ ആരോപണം ഇല്ലാതിരിക്കെ നിങ്ങളൊന്ന് വ്രണപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസെടുക്കുകയാണോ ചെയ്യുന്നത്? അതെ വിദ്യാസാഗർ, ഇവിടെ ആർക്കും ഒന്നും വ്രണപ്പെട്ടിട്ടില്ല. ഇത് ഇന്ന് സമീപകാലത്ത് നമ്മുടെ കേരളം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും ഒരു ഹീനമായ ഒരു കൊള്ള അതാണ് ഇവിടെ ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പൊതുജനം വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാനും നോക്കിക്കാണാനും ഈ രാഷ്ട്രീയ നേതൃത്വത്തിനും പോലീസ് അധികാരികൾക്കും കഴിയേണ്ടതാണ്. അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു മനോവികാരം, ആ മനോവികാരം വാസ്തവത്തിൽ ആ ഇഷ്യൂയെ ഈ കൂടുതൽ ആളുകളെ പ്രതിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ പുറത്തു വന്ന ഒരു തോന്നൽ പൊതുസമൂഹത്തിലേക്ക് സംക്രമിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അത് അല്ലാതെ മറിച്ച് ഒരു നേട്ടവും ഉണ്ടാകാനില്ല, ഒരു ഭരണക്കാർക്കും ഉണ്ടാകാനില്ല. അത് തിരിച്ചറിഞ്ഞാൽ എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞ് ഏറ്റവും സമഗ്രമായിട്ട് അതിൻ്റെ അന്വേഷണം നടത്തുകയും കുറ്റക്കാരായിട്ടുള്ളവരെ നിർദാക്ഷിണ്യം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുക എന്നതാണ് പബ്ലിക് കോൺഫിഡൻസ്.
ഭക്തജനങ്ങളുടെ, ഹിന്ദു ഭക്തജനങ്ങളുടെ ആണെങ്കിലും എല്ലാ ഭക്തജനങ്ങളുടെ ആണെങ്കിലും ഈ ആത്മീയ കേന്ദ്രങ്ങളെയൊക്കെ അല്പം വിശുദ്ധിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട്. അത് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഇസ്ലാം മത വിശ്വാസികളാണെങ്കിലും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ കുറച്ച് പരിശുദ്ധിയും വിശുദ്ധിയും ഒക്കെ കൽപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. അപ്പൊ അവരുടെ എല്ലാം ആ വികാരങ്ങളെ മാനിക്കാൻ തയ്യാറായിക്കൊണ്ട് പ്രതികരിക്കുക, അതിനൊപ്പിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് അതിലെ ഒരു നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ആളുകൾ ആരാണെങ്കിലും ചെയ്യേണ്ടത്. അതിന് വിരുദ്ധമായിട്ടുള്ള പ്രതികരണം വിപരീത ഫലമാണ് ഉണ്ടാക്കുക ജനങ്ങളുടെ മനസ്സിലും പൊതുസമൂഹത്തിന്റെ മനസ്സിലും എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നത്. ശ്രീ അസ്കർ, ഇവിടെ ഒരു പാരഡി പോലെ ഒരു നിസ്സാര സംഭവത്തെ, ആ പാരഡി ഗാനമാവട്ടെ പലരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഈണമാണ്. BJPയും CPMും കോൺഗ്രസും എല്ലാവരും മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു പാരഡി മാത്രമാണ്. അതിൽ വിശ്വാസം വ്രണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതിയുമായി പോവുക, പരാതിയെ രാജു എബ്രഹാം പോലൊരു CPM നേതാവ് പിന്തുണയ്ക്കുക, പോലീസ് കേട്ട പാതി കേൾക്കാത്ത പാതി കേസെടുക്കുക, പിന്നീട് അതൊന്ന് U-turn അടിക്കുക. ഇതൊക്കെ എന്താണ്? യഥാർത്ഥത്തിൽ ശബരിമലയിൽ കൈപൊള്ളിയപ്പോൾ ആ പൊള്ളൽ മാറാൻ നിങ്ങൾ മറുമരുന്ന് തരുന്നത് ഇങ്ങനെയാണോ? അജിംസെ, ഞാൻ BNSലെ ചാപ്റ്റർ 16 സെക്ഷൻ 298 മുതൽ 302 വരെയുള്ള വകുപ്പുള്ളത്. ഞാൻ ഈ കേസെടുക്കുന്ന തുടക്കത്തിൽ തന്നെ ഒരുപക്ഷെ അജിംസ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു നിലപാട് പറയുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പാരഡിക്കെതിരെ കേസെടുത്ത ഘട്ടത്തിൽ തന്നെ ഞാനത് തുറന്നു പറയുന്നതിന് ഒരു മടിയും കാണിക്കാത്ത ആളാണ്. കാര്യം 298 മുതൽ 302 വരെ ആവർത്തിച്ച് ഞാൻ വായിച്ചു നോക്കിയിട്ടും ഇതിൽ നിയമപരമായി കേസ് നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. അതിലെ ട്യൂൺ ഒഴികെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അങ്ങ് പറയുന്ന പോലെ ആ ഈണം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ ഒരു തരത്തിലും റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള, ഡിഫൈൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യമുണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ സ്വാഭാവികമായും ഒരു പാരഡിയെ പോലും അങ്ങ് ചോദിക്കുന്നത് പോലെ പാരഡിയെ പോലും ഭയക്കുന്ന തരത്തിലേക്ക് ഒരു ഭരണകൂടം, ഭീകരതയിലേക്ക് ഭരണകൂടം മാറുന്നു എന്ന് തോന്നലുളവാക്കാനാണ് ഈ കേസ് എടുക്കുന്നതിന് ഉപദേശം നൽകിയ ആരാണെങ്കിലും ആ ഉപദേശം നൽകിയ ആൾ ചെയ്തിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണ ബോധ്യം, ഇടതുപക്ഷത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഇടതുപക്ഷം കേരളത്തിലാകമാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിലാകമാനം എങ്ങനെയാണ് വളർച്ചയുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ നടത്തിയാണ്. ഒരു കാലഘട്ടത്തിൽ നാടകവും ശ്രീ V. സാംബശിവനെ പോലുള്ള കാതികന്മാർ കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ പറഞ്ഞു വെച്ച കഥകളിലൂടെയും വർത്തമാനങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകളെ ആകർഷിക്കുകയായിരുന്നു. തോപ്പിൽ ബാസിയുടെയും KPACയുടെയും നാടകങ്ങളിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകളെ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു എന്നതായിരുന്നു വസ്തുത. കേരളത്തിൽ ഏതെങ്കിലും ഒരു നാടകം അല്ലെങ്കിൽ ഒരു കൃതിയെ നിരോധിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അവിടെ ആദ്യം അഭിപ്രായം പറയുകയും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പാരമ്പര്യം എന്നുള്ളിടത്താണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഒരു പാരഡിയെക്കെതിരെ കേസെടുത്തതെന്ന് ഏറ്റവും വേദനാജനകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്നൊരു നാടകം നിരോധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ വേണ്ടി ആ നാടകം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി സംരക്ഷണ കവചമൊരുക്കുന്ന തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിലെ തെരുവുകളിൽ വന്നിരുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾ മറന്നുപോയതാവാം. തങ്ങൾക്കെതിരെ വരുന്ന ഏത് വിമർശനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. ഇപ്പോൾ വിമർശനവും സ്വയം വിമർശനവും ഇല്ലാതാകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അത് CPM-നുള്ളിലാണെങ്കിലും CPI-ക്കുള്ളിലാണെങ്കിലും എന്ന തരത്തിലേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയായി മുന്നിൽ നിൽക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായിട്ടാണ്. ആ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാവാം. അതിലൊരു കാരണം നിശ്ചയമായും കഴിഞ്ഞ പ്രാദേശിക സർക്കാർ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ഒരു കാരണം ശബരിമല വിഷയം തന്നെയായിരുന്നു എന്ന് തുറന്നു സമ്മതിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ശബരിമല വിഷയത്തിൽ സംഭവിച്ച പാളിച്ചകൾ മറച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇടപാടായിട്ടല്ല ഈ കേസിനെ കാണേണ്ടത്.
ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്. കാര്യം നമുക്കറിയാം 19 സിനിമകളുടെ പ്രദർശനാനുമതി നിഷേധിക്കുമ്പോൾ IFFKയിൽ ആ സിനിമകൾ പ്രദർശിപ്പിക്കുക എന്നത് ആവശ്യമുന്നയിക്കുകയും ആ സിനിമകൾ പ്രദർശിപ്പിക്കാൻ തടയുക എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപഹാസ്യമായ നടപടിയാണ് എന്ന് നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ പാരഡി ഗാനത്തെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആളെന്ന നിലയിൽ നിശ്ചയമായും ഈ കേസെടുത്ത ഉദ്യോഗസ്ഥന്റെ മനോനില പരിശോധിപ്പിക്കണം. കേസെടുക്കാൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥനാരാണെന്നറിയാമോ ശ്രീ? മനോനില പരിശോധിപ്പിക്കണം. DGP ആണ്. ഏത് DGP? കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവാദിയെന്ന് ഒരു വിഭാഗം സഖാക്കൾ ആക്ഷേപം ഉന്നയിച്ച അതേ DGP, അത് പാർട്ടി തന്നെ ക്ലീൻ ചിറ്റ് കൊടുത്ത അതേ DGPക്കാണ് പരാതി കൊടുത്തത്. പരാതി DGP ADGP കൊടുക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് കേസെടുത്തത്. അപ്പോൾ ഇവരൊക്കെ സർക്കാരുമായി കൺസൾട്ട് ചെയ്യാതെ, കുറഞ്ഞ പക്ഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി കൺസൾട്ട് ചെയ്യാതെ ഇതെല്ലാം കേസെടുത്തു എന്ന് നമ്മളൊക്കെ വിശ്വസിക്കണോ? അങ്ങനെയല്ല. ഇതിപ്പോൾ ഏത് ഉദ്യോഗസ്ഥനാണോ ഏത് രാഷ്ട്രീയ നേതൃത്വമാണോ ഇതിന് നിയമോപദേശം നൽകിയത്, ആ ഉദ്യോഗസ്ഥൻ്റെ മനോനില പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രാഷ്ട്രീയ ബോധ്യങ്ങളെന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. നിയമബോധവും അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഒരു DGP ആയാലും അതല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മനോനില പരിശോധിക്കണമെന്ന് മാത്രമല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു LDF MLA ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് LDF ഇട്ട് പുറത്തു വേണ്ടി വന്നു. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയായിരുന്നു പിണറായി വിജയൻ. അങ്ങനല്ല. അതെ, നിങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇതിൽ നിയമോപദേശം നൽകിയെന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ആ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും വേണ്ട അജിംസെ. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനം, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയെ കേരളത്തിലെ ജനങ്ങൾക്കും പാർട്ടിക്കും വളരെ കൃത്യമായിട്ട് ബോധ്യമായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു തർക്കവും ഇക്കാര്യത്തിൽ വേണ്ട. പക്ഷെ ആരാണോ ഇത് ഉപദേശം കൊടുത്തത്, ആ ഉപദേശം കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ മനോനിലയ്ക്ക് സാരമായ തകരാറുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ ആ സംശയത്തിനൊപ്പം നിൽക്കുക എന്നതാണ് കേരളീയ സഖാവ് എം വി ജയരാജനും സഖാവ് പി ജയരാജനും ഒന്നുമില്ലാത്ത എന്ത് അനുഭവ സമ്പത്ത് കൂടുതലാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉള്ളത്? എന്താണ് അദ്ദേഹത്തിന്റെ ഈ സ്ഥാനത്തിരിക്കാനുള്ള അനുഭവ സമ്പത്ത് എന്നാണ് അസ്കർ കരുതുന്നത്? അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഈ കേസ് നിൽക്കോ ഇല്ലയോ എന്നൊക്കെ അദ്ദേഹത്തിനും അറിയാം. അല്ല, ഒരു പാർട്ടി ഓരോ സഖാക്കന്മാരെയും ഓരോ രാഷ്ട്രീയ നിയമനങ്ങൾ നൽകുന്നതിന് വളരെ കൃത്യമായ അവബോധത്തോടു കൂടി തന്നെയാണ് പാർട്ടി ചെയ്യുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓരോരുത്തരെയും അതിൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്യും. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നുള്ള യോഗ്യതയുണ്ട്. പക്ഷെ ആ യോഗ്യതയിൽ കൂടുതൽ എന്താണ് ഒരാൾക്ക് ആ സ്ഥാനത്തിരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടിക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ടാണ് പാർട്ടി അദ്ദേഹത്തെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഈ ഘട്ടത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു പരാജയമാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് എന്നും മാത്രം ചുരുക്കി കാണാനാവില്ല. ഞാൻ അതുകൊണ്ടാണ് വളരെ വിശാലായി. കാരണം ഈ പാരഡി ഗാനത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഒരുപക്ഷെ അങ്ങൊക്കെ വടക്കൻ കേരളത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ കോഴിക്കോടോ മലപ്പുറമോ ഒക്കെ ഈ അന്ന് തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഈ പാരഡി ഗാനം വലിയ ചർച്ചയായിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് കേരളത്തിൽ ഈ പാരഡി ഗാനം ഈ കേസെടുത്തതിന് ശേഷം എത്രയോ ലക്ഷം ആളുകൾ കേൾക്കുകയും ഒരുപക്ഷെ ഇപ്പോൾ ചുണ്ടുകളിൽ പലപ്പോഴും ഞാൻ വളരെ തുറന്ന് ഞാനിന്ന് ഒരു കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് എൻ്റെ ചുണ്ടിൽ വരുന്ന ഒരു ചൂളം വിളി പോലെ ഈ പാട്ടായിരുന്നു വന്നിരുന്നത്. ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതുപോലെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ ഇതൊരു ചെവികളിൽ ഇങ്ങനെ കേൾക്കുകയും ചുണ്ടുകളിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പാർട്ടി ഇതിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിനെ കാണേണ്ടത്, ഒരുപക്ഷെ ഞാൻ പലപ്പോഴും കരുതി പോകുന്നത് ഈ സറ്റാറിക്കലായിട്ട് ഒരു വിഷയത്തെ സമീപിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടൊന്നല്ലല്ലോ. മഹാനായ കുഞ്ചൻ നമ്പ്യാർ, സഞ്ജയനും VK-നും നാരായണപിള്ളിയും ഒക്കെ അവിടെയാണ് അസ്കറിന്റെ ചോദ്യം. ഇതൊന്നും അറിയാത്തവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇത്ര ആവിഷ്കാരങ്ങൾ എത്ര മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊന്നും അല്ലല്ലോ പ്രശ്നം. അത് അറിയാത്തവരൊന്നും അല്ല മന്ത്രി പിണറായി വിജയനോ MV ഗോവിന്ദ മാസ്റ്ററോ ഒന്നും. പ്രശ്നം അതല്ല. എൻ്റെ ചോദ്യം ഇതാണ്, ആർക്കും മതവികാരം വ്രണപ്പെട്ടില്ലേ എന്നാൽ ഒന്ന് വ്രണപ്പെടൂ എന്ന് ഫോഴ്സ്ഫുള്ളി വ്രണപ്പെടുത്തുകയാണ്. ആ കുടില രാഷ്ട്രീയമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിതിൽ മറ്റൊരു അപകടം കൂടി കാണുന്നുണ്ട് അജിംസെ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അത് മതനിരപേക്ഷ രാഷ്ട്രീയവും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയവുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന് സംഭവിച്ച വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ
വിശ്വാസത്തിലെടുക്കുന്നതിനും മുസ്ലിം സമൂഹം ഇടതുപക്ഷത്തു നിന്ന് കാലാകാലങ്ങളിലായി ഏതൊക്കെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുസ്ലിം സമൂഹം കൂടെ നിന്നിട്ടുണ്ടോ അതിൽ നിന്ന് അകന്നു പോയിരുന്നതായ ഒരു ഭയപ്പാട്, അതൊരു വസ്തുത കൂടിയാണ്. ആ ഭയപ്പാട് മാത്രമല്ല, അതൊരു വസ്തുത കൂടിയാണ്. മുസ്ലിം സമൂഹം ഇടതുപക്ഷത്തിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലാകമാനം UDFന് ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിജയം നേടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്ന് വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുസ്ലിം സമൂഹം പോകുമ്പോൾ സ്വാഭാവികമായും ഭൂരിപക്ഷ സമുദായത്തെ ചേർത്ത് പിടിക്കണം, അവരോടൊരു മൃദു സമീപനം എടുക്കണം എന്ന തോന്നൽ ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും ബുദ്ധി കേന്ദ്രങ്ങളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണിപ്പോൾ വർക്കൗട്ട് ചെയ്തത്. ഇടതുപക്ഷത്തെ കേരളം കാണുന്നത്, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ കേരളം കാണുന്നത് അങ്ങനെയായിരുന്നില്ല. ഇടതുപക്ഷം എപ്പോഴും മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടരുത് എന്ന നിഷ്കർഷയുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും കൂടി പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും വർത്തമാനം പറഞ്ഞിട്ടുള്ളത്. നിലപാടുകൾ അങ്ങനെയായിരുന്നു. അവിടെ മതപൗരോഹിത്യത്തെ വെല്ലുവിളിക്കേണ്ട ഘട്ടങ്ങളിൽ ന്യൂനപക്ഷ മതങ്ങളുടെ പൗരോഹിത്യത്തെ പോലും വെല്ലുവിളിക്കുകയും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ മതത്തിൻ്റെ കൊള്ളരുതായ്മകളെയും പൗരോഹിത്യത്തെയും നിരന്തരം വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ ദിശാബോധമായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. അതിവിടെ നഷ്ടപ്പെട്ടു എന്ന വേദനിപ്പിക്കുന്ന ഒരു പ്രക്രിയയിൽ അത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കേരളീയ ഇടതുപക്ഷ പൊതുസമൂഹം നിൽക്കുന്നത് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നാം ഓർത്തു വെക്കണം. അങ്ങനെയാണ് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനെ ചെറുതായി നാം കാണണ്ട. ഇതൊരു ദുരവ്യാപക പ്രത്യാഘാതമായി മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഇടതുപക്ഷം എന്ന് തിരിച്ചറിയുമോ അന്നു മാത്രമേ ഇടതുപക്ഷത്തിന് ഈ അപജയത്തിൽ നിന്ന് നീന്തി കയറാനാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരി, ശ്രീ ജിൻഡോ, BN ഹസ്കറിനെ നമ്മൾ എത്ര നാളായി കാണുന്നു? ഒരുപക്ഷെ സ്വന്തം പാർട്ടിയെ, സ്വന്തം സർക്കാരിനെ ഇത്രയും നിശ്ചിതമായി ഹസ്കർ വിമർശിച്ച് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഒരുപക്ഷെ ഇതൊരു മാറ്റത്തിൻ്റെ തന്നെ സൂചനയാകാം. ഇന്നലെ നമ്മൾ കേട്ടതെന്താണ്? സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് വഴങ്ങിയതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിരിക്കുന്നു. ഇപ്പോഴിതാ ഹസ്കർ തുറന്നു വിമർശിക്കുന്നു. ഇതൊരു സൂചനയാണോ? മറ്റൊന്ന്, ഇന്ന് ഈ പാരഡി വിവാദം യൂട്ടേൺ അടിച്ച ഉടനെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു വിവാദം വരികയാണ്. ഈ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല, അവർക്ക് ആലസ്യമാണ്. ഡിസംബർ 5 ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നതിൽ മന്ദീഭവം കാണുന്നു എന്നൊക്കെ ഹൈക്കോടതിയും വിമർശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശബരിമല തിരിച്ചടിക്കുകയാണോ? അജിംസെ, ഞാൻ ആദ്യമേ അജിംസ പറഞ്ഞതുപോലെ ശ്രീ അഷ്കറിൻ്റെ നിലപാടിൻ്റെ കുറേ ഭാഗത്തോട് യോജിക്കുകയാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് കേസെടുക്കാൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥൻ്റെ മനോനില പരിശോധിക്കണമെന്ന്. അത് DGP ആണ്, റവാഡ ചന്ദ്രശേഖറാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷികളെ പോലും ബലി കഴിച്ചുകൊണ്ട് പിണറായി വിജയൻ സംരക്ഷിക്കുന്ന, പോറ്റി വളർത്തുന്ന കേരളത്തിൻ്റെ DGP ആണ് കേസെടുക്കാൻ പറഞ്ഞത്. ഇനി നിയമോപദേശം നൽകിയ വക്കീലന്മാർ, ആശാ വർക്കർമാർ സമരം തുടങ്ങിയതിന് ശേഷം കേരളത്തിലെ സർക്കാർ വക്കീലന്മാരുടെ, ഗവൺമെൻറ് പ്ലീഡർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്ത സർക്കാരാണിത്. ആ സർക്കാരിൻ്റെ വക്കീലന്മാരിൽ ഏതോ ഒരു മുന്തിയ പൗരപ്രമുഖനാണ് നിയമോപദേശം നൽകിയതും. ഇനി ഇത് ഇവരുടെ മാത്രം മനോനില പരിശോധിക്കേണ്ട ആ കാര്യമാണ് എന്ന് അഷ്കർ അങ്ങ് ചെറുതാക്കി കാണരുത്. പത്തനംതിട്ട CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ മനോനില പരിശോധിക്കണമെന്ന് താങ്കൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? രാജു എബ്രഹാമാണ് പറഞ്ഞത് ആരുടെയൊക്കെയോ മതവികാരം വ്രണപ്പെട്ടുവെന്ന്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് കാലങ്ങളായി, പതിറ്റാണ്ടുകളായി പ്രസംഗിച്ചു നടന്ന CPMന്റെ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നു പലരുടെയും മതവികാരം വ്രണപ്പെട്ടുവെന്ന്. അപ്പോൾ ഇന്ന് വ്രണപ്പെട്ട മതവികാരമൊക്കെ സുഖപ്പെട്ടോ? എന്തുകൊണ്ടാണ് CPM ഈ നിലപാടിലേക്ക് തിരിച്ചു വന്നത്? അപ്പോൾ ഇവർ വൈകിയാണ് കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് രാജു എബ്രഹാം കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. കാരണം വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള ചില സംഘടനകളെങ്കിലും വ്രണപ്പെട്ടോ എന്ന് പലവട്ടം ചോദിച്ച് അല്പം ഒന്ന് വ്രണപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും CPM മലക്കം മറിഞ്ഞു, സർക്കാർ മലക്കം മറിഞ്ഞു. അപ്പോൾ വ്രണപ്പെട്ടവരൊക്കെ ഇനിയിപ്പോൾ കുറച്ച് പേർക്ക് വ്രണപ്പെട്ടിട്ടുണ്ട്, അവർ പിന്നീട് ഇതുമായിട്ട് വരും. അപ്പോൾ രാജു എബ്രഹാം കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ സെക്രട്ടറി പോസ്റ്റ് ഇരുന്നുകൊണ്ടാണ് അദ്ദേഹമാണ് പറഞ്ഞത് തിരുവാഭരണ പാത സംരക്ഷണ അങ്ങനെ എന്തൊരു കമ്മിറ്റി, എന്ത് കമ്മിറ്റിയാന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടൊന്നും എനിക്കറിയില്ല, എൻ്റെ അറിവ് കുറവായിരിക്കും. അങ്ങനെ ഒരു കമ്മിറ്റിയുടെ ഒരു നേതാവ് കൊടുത്ത പരാതിയെ എൻഡോഴ്സ് ചെയ്ത് സംസാരിച്ചത് മനോനില പരിശോധിക്കപ്പെടേണ്ട ആളാണെങ്കിൽ അത് രാജു എബ്രഹാമിനെ പോലുള്ള ആളുകളാണ്. അവർ തിരുത്തണം. അടുത്തത്, മുസ്ലിം സമുദായം അകന്നു പോയതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായത് CPM എന്നാണ് അഷ്കറിന്റെ നിരീക്ഷണം. അത് തെറ്റാണ്. മുസ്ലിം സമുദായം മാത്രമല്ല,
നിങ്ങൾ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായം അകന്നത് കൊണ്ടോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വോട്ട് ചെയ്യാതിരുന്നത് കൊണ്ടോ എന്ന് അങ്ങനെ ചുരുക്കാൻ പാടില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും നിങ്ങൾക്ക് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരിൽ നിന്നുമുള്ള വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞത്. വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ അത് മതത്തിന്റെ അല്ലെങ്കിൽ ജാതിയുടെ വാലിൽ കെട്ടുന്നത് ഒരു ശരിയായ പ്രവണതയല്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം MP ഗോവിന്ദന്റെ ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം കേട്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ന്യൂനപക്ഷങ്ങൾ അകന്നുപോയി. ക്രൈസ്തവ ന്യൂനപക്ഷം വോട്ട് ചെയ്തില്ല. SNDP വിഭാഗം BJPക്ക് വോട്ട് ചെയ്തു. NSS ചെയ്തില്ല. ഈ കേരളത്തിലെ പൗരന്മാർ വോട്ടർമാർ വോട്ട് ചെയ്തില്ല എന്ന് പച്ചക്കങ്ങ് പറഞ്ഞാൽ പോരെ? ആളുകൾക്ക് സാധാരണക്കാർക്ക് അനുഭവവേദ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളെ എണ്ണി പറയാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോയി. നിങ്ങൾ നവകേരള സദസ്സ് നടത്തി പൗരപ്രമുഖന്മാരെ തീറ്റിപ്പോറ്റുന്ന തിരക്കിൽ, അയ്യപ്പന്റെ സ്വർണം കട്ട പോറ്റിയെ പോലുള്ള ആളുകളെ പോറ്റി വളർത്തുന്ന തിരക്കിൽ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ മറന്നപ്പോൾ CPMന്റെ അണികളും അനുഭാവികളും പ്രവർത്തകരുമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള അവരുൾപ്പെടെയുള്ള സാധാരണക്കാർ നിങ്ങളെ തിരുത്താൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല ില്ലെങ്കിൽ നിങ്ങളുടെ മനോനില പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ്. ഇനി SITയുടെ കാര്യം അജിംസ് ചോദിച്ചു. ഞങ്ങൾക്കുള്ള ആക്ഷേപം ഇത് തന്നെയായിരുന്നു തുടക്കം മുതൽ. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ ഈ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ അമാന്തം ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങളുടെ ആശങ്കയായിരുന്നു, സംശയമായിരുന്നു. അതിപ്പോൾ ഹൈക്കോടതി തന്നെ ചെവിക്ക് പിടിച്ച് പറയേണ്ട കാര്യമായി. ഞങ്ങൾ പറഞ്ഞത് എന്താ, കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ നിലപാട്. കാരണം പല സംസ്ഥാനങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ക്രയവിക്രയങ്ങൾ, വ്യവഹാരങ്ങൾ, അപ്പൊ അത് പരിശോധിക്കാൻ കുറെ കൂടി നല്ലത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. പക്ഷേ അത് കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം എന്നുള്ളത് ആദ്യം മുതലേ UDFന്റെ കോൺഗ്രസിന്റെ നിലപാടായിരുന്നു. ഇവിടെ എന്താ, ഡിസംബർ 5 ശേഷം ഈ അന്വേഷണത്തിൽ മെല്ലപ്പോക്കുണ്ടെന്ന് കോടതി പറയാൻ കാരണം, ഡിസംബർ 5 അതിനുശേഷം എന്ന് പറഞ്ഞാൽ 9-ാം തീയതിയും 11-ാം തീയതിയും കേരളത്തിൽ 2 മേഖലകളിലായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇനിയും ഉന്നതരായിട്ടുള്ള പൗരപ്രമുഖന്മാരായിട്ടുള്ള ചില സഖാക്കന്മാരെ പിടിച്ചകത്തിട്ടാൽ പിണറായി വിജയന്റെ പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ലെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥര്, ആ SIT ആണെങ്കിലും ഉദ്യോഗസ്ഥർ അവിടെയുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആളുകൾ, അപ്പൊ ആ ഉദ്യോഗസ്ഥരുടെ മേൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. എന്തു തന്നെയായാലും ഈ പാർട്ടിനോടുള്ള പരാക്രമം സ്വർണ്ണക്കൊള്ളയ്ക്ക് എതിരായിട്ടുള്ള നടപടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. M പത്മകുമാറിനെ പോലുള്ള ആളുകൾ, വാസുവിനെ പോലുള്ള ആളുകൾ ജയിലിൽ തുടരുകയും പാർട്ടിയിൽ തുടരുകയും ചെയ്യുകയാണ്. അതെന്തൊരു നിലപാടാ? ഇതിനെയാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്നത്. അസ്കറിനെ പോലുള്ള ആളുകൾ തിരുത്താൻ പറയുമ്പോൾ ഇത്തരം നിലപാടുകളും കൂടി തിരുത്താൻ പറയണം. ഇവിടെ പല കാലഘട്ടത്തിൽ സംസ്ഥാന ഞങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ചെറുപ്പക്കാരെ തല മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ തല്ലിപ്പൊളിക്കുമ്പോൾ അതിന് ജീവൻ രക്ഷാപ്രവർത്തനം ഒന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി എൻഡോഴ്സ് ചെയ്യുന്ന കാലത്തും ഹസ്കറിനെ പോലുള്ള ആളുകൾ പിന്തുണച്ചിട്ടുണ്ട്. പല കാലഘട്ടത്തിൽ, ഇതിനു മുമ്പുള്ള പല കാലഘട്ടത്തിലും ഇത്തരം പിന്തുണകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നമ്മുടെ വാർത്തകളിൽ നിന്നുള്ള അറിവാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഗവർണറുടെ മുമ്പിൽ മുഖ്യമന്ത്രി കീഴടങ്ങിക്കൊണ്ട് ഒരു VCയെ ഗവർണറും ഒരു VCയെ മുഖ്യമന്ത്രിയും എടുക്കാൻ തീരുമാനിച്ചു എന്ന്. എനിക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോടുള്ള ചോദ്യം, സിസ തോമസിനെ കുറിച്ച് നാളിതുവരെ CPMന്റെ സംസ്ഥാന നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ഈ ഭരണത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന CPMന്റെ നേതാക്കന്മാർ പറഞ്ഞ ആക്ഷേപങ്ങൾ ഇല്ലാതാക്കപ്പെട്ടോ? സിസ തോമസിന് പൂർണ്ണ യോഗ്യതയായോ? അതോ ആർലേക്കർ ശുപാർശ ചെയ്താൽ സിസ തോമസിന് അധിക യോഗ്യത കിട്ടുമോ? അപ്പൊ മുഖ്യമന്ത്രിയും ആർലേക്കറും പങ്കിട്ടെടുക്കേണ്ടതാണോ കേരളത്തിലെ വൈസ് ചാൻസലർമാരുടെ തസ്തികകൾ? അപ്പൊ ഇവർ തമ്മിൽ തർക്കം തീർത്താൽ മറ്റാളുകളുടെ മുമ്പിൽ നിങ്ങൾ മുൻപ് വെച്ചിട്ടുള്ള തർക്കങ്ങൾ എങ്ങനെയാ തീരുക? അപ്പൊ ഇതൊരു ചക്കളത്തി പോരാട്ടമായിരുന്നു എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചു. ഇനി ഹസ്കറിനെ പോലുള്ള ആളുകൾക്ക് മനപരിവർത്തനം വരുന്നത് എപ്പോഴാ? സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPMന്റെ നേതാക്കന്മാർ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ നിലപാടെടുത്തു എന്ന് വാർത്തകൾ വരുമ്പോൾ കുറെ ആളുകൾ പതുക്കെ നിലപാട് മാറ്റി തുടങ്ങി. കഴിഞ്ഞ ദിവസം നമ്മൾ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളുടെ നിലപാട് കണ്ടല്ലോ. ഈ നിലപാടുകളൊന്നും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായില്ല. ആശാ വർക്കർമാരെ 10-260 ദിവസം മഞ്ഞും മഴയും വെയിലും കൊള്ളിച്ച് സമരം ചെയ്യപ്പെടുണ്ടായില്ല. ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിച്ചപ്പോണ്ടായില്ല. കറുത്ത മാസ്ക് കാണുമ്പോൾ, കറുത്ത ഉടുപ്പ് കാണുമ്പോഴൊക്കെ വിരളി പൂണ്ട കേരളത്തിലെ പോലീസിനെ കുറിച്ച് ഈ അഭിപ്രായമില്ല. ഇന്നലെയും കൂടിയല്ല ഒരു ദൃശ്യം വന്നത്, ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ CI കർണക്കുറ്റി അടിച്ചു പൊളിക്കുന്നത്. നിങ്ങളുടെ നിലപാടെന്താ? ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയോ? ഈ സംസ്ഥാന സർക്കാരിലെ ആദ്യത്തെ സർക്കാരായിക്കോട്ടെ, രണ്ടാമത്തെ പിണറായി സർക്കാരായിക്കോട്ടെ, ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്ന് ആരാണെന്ന് ചോദിച്ചാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാ. തൃശൂർ പൂരം കലക്കിയത്
ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചോ? അറ്റ്ലീസ്റ്റ് ആ സുനിൽ കുമാറിനോടും CPI-കാരോടെങ്കിലും മറുപടി പറയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ കേരളത്തിൽ സംഘപരിവാർ വൽകൃതമായിട്ടുള്ള ഈ സർക്കാരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഹസ്കറിനെ പോലുള്ള ആളുകൾ വൈകിയാണെങ്കിലും ആ രീതിയിൽ പതുക്കെ എത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട്. മനോനില പരിശോധിക്കേണ്ടത് പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാരുടെയും CPM-ന് ഒത്താശ പാടുന്ന പിണറായിസ്റ്റുകളുടെയും പൗരപ്രമുഖന്മാരുടെയും കൂടിയാണ്. ശരി, ശ്രീ CK വിദ്യാസാഗർ, ഈ ശബരിമല വിഷയം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമേ ആയിട്ടില്ല എന്നാണ് CPM-ൻ്റെ ഒരു നിലപാട്. അതൊന്നും അങ്ങനെ സ്വാധീനിച്ചിട്ടില്ല എന്നൊരു നിലപാടുണ്ട്. അപ്പോൾ ഉയർന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ശബരിമല സ്ത്രീ പ്രവേശം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തിരിച്ചടിയായിരുന്നു. CPM തന്നെ തിരിച്ചറിയുകയും അതിനെതിരെ ഗൃഹസന്ദർശനങ്ങൾ ഉൾപ്പെടെ നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ തൊട്ടടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് ബാധിച്ചില്ല എന്നും അവർ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള തീരെ ബാധിച്ചില്ല എന്ന CPM വാദം ശരിയാണോ? ഇനി ബാധിച്ചു എന്നാണെങ്കിൽ അത് എല്ലാ ജില്ലയിലും ബാധിക്കേണ്ടേ? പ്രത്യേകിച്ചും പിന്നാക്ക ജനവിഭാഗങ്ങൾ കൂടുതലുള്ള ജില്ലകളിൽ അത് ബാധിക്കേണ്ടേ? ഇപ്പോൾ പാലക്കാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ CPM-ന് അങ്ങനെ കാര്യമായ തട്ട് കിട്ടിയിട്ടില്ല അവിടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കേരള ലെവലിൽ, ഓൾ കേരള ലെവലിൽ ഈ ശബരിമല വിവാദം തെരഞ്ഞെടുപ്പിൽ വിഷയമായിട്ടുണ്ടോ? ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനല്ല, പക്ഷേ ശബരിമല വിവാദം ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ചർച്ച ചെയ്യുകയും അത് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായക്ക്, LDF ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനെ കണ്ടടച്ച് ഇരുട്ടാക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അത് ഏതളവിൽ ഏതെല്ലാം വിഭാഗത്ത് ഏതെല്ലാം പ്രദേശത്ത് വ്യാപിച്ചു എന്നതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ ഒരു പക്ഷേ കഴിഞ്ഞിരിക്കില്ല. പല കാര്യങ്ങൾ ഗവൺമെൻറ്റിനെതിരെയുള്ള പല വിധത്തിലുള്ള, ഉദാഹരണത്തിന് ഒരു ആൻറ്റി ഇൻകംബൻസി, നാച്ചുറലി 10 കൊല്ലമൊക്കെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാത്ത പല കാര്യങ്ങളും ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഏറ്റവും നല്ല ഭരണക്കാരാണെങ്കിൽ പോലും ഇറ്റ് ഈസ് ഓൾ നാച്ചുറൽ. അപ്പോൾ പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ ശബരിമല വിവാദവും തീർച്ചയായിട്ടും ഇത്തവണ വ്യാപകമായി ചർച്ച ചെയ്യുകയും അത് വളരെ മോശമായ വിധത്തിൽ ഗവൺമെൻറ്റിന് അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇത് കേസെടുത്താലും എടുത്തില്ലെങ്കിലും, ഇത് പാരഡി ഉണ്ടായാലും പാരഡി ഉണ്ടായില്ലെങ്കിലും ഇത് നല്ലപോലെ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഒരു കോമഡി ആയിട്ട് തുടങ്ങിയ പാരഡി അവസാനം ഇപ്പോൾ പിൻവലിച്ചപ്പം നിങ്ങളുടെ ഹെഡിങ് കാണിക്കുന്നത് പോലെ ഇതൊരു ട്രാജഡിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ഈ ട്രാജഡി നീണ്ടുപോകാതെ വളരെ ശക്തമായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഈ വിവാദങ്ങൾക്ക് ഉത്തരവാദികളായിട്ടുള്ളവരെ കൃത്യമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനുള്ള ആത്മാർത്ഥത ഗവൺമെൻറ് കാണിക്കുക. അങ്ങനെ ഗവൺമെൻറ് കാണിച്ചില്ല എങ്കിൽ തീർച്ചയായും അത് കൂടുതൽ ദോഷകരമായിട്ട് ഭരണക്കാരെ ബാധിക്കും എന്നതിനെക്കുറിച്ചും എനിക്ക് തർക്കമില്ല. ഇതിൽ ഞങ്ങൾക്ക് ബന്ധമില്ല, ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കൾക്ക് ബന്ധമില്ല. അത് കൈകാര്യം ചെയ്ത ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണ് എങ്കിൽ അവരെ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് പൊതുസമൂഹത്തെയും കേരള ഹൈക്കോടതിയെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ സമയത്ത് ഏറ്റവും കരണീയമായിട്ട് എനിക്ക് തോന്നുന്നത്. പത്മകുമാറിനെതിരെ ഒരു നടപടി ഇനിയും ഉണ്ടായിട്ടില്ല. ആ നടപടിയെ കുറിച്ചുള്ള ഒരു നീക്കവും ഉണ്ടാവുന്നില്ല. അങ്ങനെ നടപടി എടുത്തില്ലെങ്കിലും താങ്കൾക്ക് അതൊരു തിരിച്ചടിയല്ല. ശ്രീ CK വിദ്യാസാഗർ, നടപടി എടുത്തില്ലെങ്കിലും താങ്കൾക്ക് അതൊരു തിരിച്ചടിയാവില്ല എന്നുള്ള ആത്മവിശ്വാസം CPM-ന് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? SNDP യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ശബരിമലയൊന്നും ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ശബരിമല ബാധിച്ചിട്ടില്ല എന്നൊരു വലിയ സമുദായ നേതാവ് പറയുമ്പോൾ CPM അത് വിശ്വസിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായം കുറച്ചു കാലമായിട്ട് ഈ പല അഭിപ്രായങ്ങളും യാഥാർത്ഥ്യങ്ങളുമായിട്ട് തീരെ പൊരുത്തപ്പെടാത്ത വിധത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാളുകളാണ്. അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതായിട്ടില്ല. അദ്ദേഹം എപ്പോൾ പറയുന്നതും അവസരത്തിനൊത്ത് എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഈഴവ സമുദായത്തെയോ അതല്ലെങ്കിൽ പൊതുസമൂഹത്തെയോ ഏറെ സ്വാധീനിക്കാൻ പോകുന്ന അഭിപ്രായമാണെന്നും എനിക്ക് തോന്നുന്നില്ല. LDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും അത് നിഷേധിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ മുഖ്യമന്ത്രിയെ അതുപോലെ LDF ഭരണത്തെയും വളരെ കാര്യമായിട്ട് പിന്താങ്ങി നിൽക്കേണ്ട അവസ്ഥയുണ്ട്. പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല.
അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളായിട്ടും മറ്റ് നൂലാമാലകൾ ധാരാളം പുലിവാലികൾ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന അധികാര കേന്ദ്രങ്ങളും ഒക്കെയാണെന്നുള്ള വിവരം ഇവിടെ എല്ലാവർക്കും അറിയാം. ഏതാണ്ട് 2-3 ഡസനോളം കേസുകളിൽ അദ്ദേഹം പ്രതിയായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ വളരെ ആദരവായിട്ട് നവോത്ഥാന നായകനായിട്ടും പട്ടും വളയും ചാർത്താനും കിരീടം ചാർത്താനും ഒക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരും എല്ലാവരും കൂടെ ചേർന്ന് വലിയ ഘോഷയാത്രയായിട്ടൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ തീരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ശ്രീനാരായണ സമൂഹം തന്നെ തീരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ശ്രീനാരായണ സമൂഹത്തിന് പ്രാമുഖ്യമുള്ള പല മേഖലകളിലായിട്ടും ഇത്തവണ LDFന് ലഭിക്കുന്ന സാധാരണ രീതിയിൽ ലഭിച്ചു വന്നുകൊണ്ടിരുന്ന പിൻബലം കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും അതുപോലെ മറ്റ് മന്ത്രിമാരുമൊക്കെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചാൽ അത് കൂടുതൽ വിനാശകാലെ കൂടുതൽ വിപരീത ഫലം എന്നാണ് എനിക്ക് തോന്നുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് അതിൻ്റെ വിശകലനങ്ങൾ പല രീതിയിൽ നടന്നിട്ടും പൂർണ്ണ വിശകലനത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ എന്ന ഫാക്ടർ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് സമ്മതിക്കാൻ CPM തയ്യാറായിട്ടുള്ള അസ്കർ എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ ശബരിമല നിലപാടോ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയോ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് CPM വിശ്വസിക്കുന്നില്ല. അതായത് പൊതുവേ ജനങ്ങൾക്ക് എന്താണ് ഈ ഭരണത്തോടുള്ള എതിർവികാരം എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം പോലും പാർട്ടിക്ക് മനസ്സിലാവുകയോ സമ്മതിക്കുകയോ ചെയ്യുന്നില്ല. ഇങ്ങനൊരു അഡമൻ പൊസിഷൻ എന്തുകൊണ്ടാണ്? ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിന് വളരെ കുറഞ്ഞ മാസങ്ങളേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ഒരു തോൽവി ഉണ്ടാകുമ്പോൾ തോൽവിക്ക് മുമ്പിൽ വിനയാന്വിതനാവുക, ജയത്തിന് മുന്നിലും വിനയാന്വിതരാവണം, തോൽവിക്ക് മുമ്പിൽ കൂടുതൽ വിനയാന്വിതരാകണം. അത് ഞങ്ങൾക്കൊരു പെശക് പറ്റി, ഞങ്ങളത് പരിശോധിക്കും, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ കാണുന്നു, ഞങ്ങളത് തിരുത്തും എന്നുപോലും പറയാൻ ശ്രമിക്കാതെ LDFലെ ഘടകകക്ഷികൾ ആദ്യം പഠിക്കട്ടെ, ഓരോ ജില്ലാ കമ്മിറ്റികളും ആദ്യം പഠിക്കട്ടെ, എന്നിട്ട് റിപ്പോർട്ട് തരട്ടെ, ഈ മാസം തന്നെ പരിശോധിക്കാം എന്നൊക്കെയുള്ള രീതി നിലപാട് എന്തുകൊണ്ടാണ് വീഴ്ചകൾ മനസ്സിലാവാതെ പോകുന്നത് പാർട്ടിക്ക്? അജിംസെ, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളത് മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ തന്നെ, തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ബോധ്യവും അളവ് തൂക്കവും ഉണ്ടാവുമായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു പോയിട്ടുള്ളത് തീരെ അപ്രതീക്ഷിതമായിട്ടുള്ള ലഭിച്ച കണക്കുകളോ വിവരങ്ങളോ എന്നതിനേക്കാളും അപ്പുറം ഒരു മാറ്റമുണ്ടാകുന്ന തരത്തിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിച്ചു എന്നുള്ളതാണ്. അങ്ങ് ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്നെപ്പോലുള്ള ആളുകൾ ചിന്തിക്കുകയും എന്നെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിനിടയിൽ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് മതസമുദായ നേതാക്കന്മാർ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിത്യവും അഭിപ്രായങ്ങൾ പറയുകയും ആ അഭിപ്രായങ്ങൾ ചില സമുദായത്തെ ആകമാനം ആക്രമിച്ചുകൊണ്ടാകുമ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാർ നിശബ്ദരാകുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ദയനീയ കാഴ്ചയാണ് കേരളത്തിൽ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അത് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷ നേതൃത്വത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ചേർന്നതായിരുന്നില്ല. അങ്ങനെയായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം എന്നുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാരമ്പര്യത്തെ നിരാകരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ അപനിർമ്മിക്കുക എന്ന് പറയുന്ന പ്രക്രിയയിലേക്കാണ് പോകുന്നത് എന്ന അപകടകരമായ സൂചന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലുണ്ടായി. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നാടിയേക്ക് 40 വട്ടം കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്ന ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ സമുദായ കാര്യങ്ങൾ മാത്രം നോക്കി അദ്ദേഹം ഇരിക്കുന്നതിനപ്പുറം കേരളത്തിൽ നടക്കുന്ന സർവ്വവിധ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായം പറയുകയും ആ പറയുന്ന അഭിപ്രായത്തിലെ വഷളത്തരങ്ങളെ അപ്പോൾ തന്നെ വിളിച്ചു പറയുകയും അപ്പോൾ അതിനെ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ചുട്ട മറുപടി കൊടുക്കുന്നതിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPIMനും അടക്കം തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ആ തെറ്റുപറ്റലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ മുസ്ലിം സമുദായത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നിന്നിരുന്ന മുസ്ലിം സമുദായത്തെ അതിൽ മാറ്റി ചിന്തിച്ചിപ്പിച്ചത്, മാറ്റി പ്രവർത്തിപ്പിച്ചത്, വോട്ട് ചെയ്യിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും പാർട്ടി അറിയണം. പാർട്ടി തിരിച്ചറിയാതിരുന്നാൽ അതൊരു വലിയ അപകടത്തിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. മാത്രമല്ല, ശബരിമല വിഷയം ഒരു വലിയ രാഷ്ട്രീയ കാതലുള്ള വിഷയമായിരുന്നു. ആ വിഷയവും പാർട്ടി ഇപ്പം സമീപിക്കുന്ന രീതിയിൽ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. ഒരുപക്ഷേ പത്മകുമാർ ഏതെങ്കിലും തരത്തിൽ അന്യായമായ ലാഭമുണ്ടാക്കി എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. അദ്ദേഹം അന്യായമായ ലാഭമുണ്ടാക്കേണ്ട ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള ഒരാൾ കൂടിയാണ്. പക്ഷേ
എന്നിരുന്നാലും പാർട്ടി ഏൽപ്പിച്ച ഒരു ചുമതലയിൽ അദ്ദേഹം വീഴ്ച വരുത്തിയാൽ ആ വീഴ്ചയ്ക്ക് പാർട്ടി എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നടപടി പോലെ നടപടികൾ എടുക്കേണ്ടതായിരുന്നു. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പേ അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കേണ്ടതായിരുന്നു എന്നത് പാർട്ടിക്ക് സംഭവിച്ച ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ആ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? കസ്റ്റഡിയിലുള്ള അറസ്റ്റിലുള്ള ഒരു പത്മകുമാർ കൂടുതൽ നേതാക്കൾക്ക് ഭീഷണിയാണെന്ന ഭയമാണോ? അജിംസി, അതിൽ അത്തരത്തിലുള്ള ഒരു ഭയവും CPIM-നെ സംബന്ധിച്ച് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ ഇപ്പോൾ ഇന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റേതായിട്ട് വന്നിട്ടുള്ള 3 ജാമ്യാപേക്ഷകൾ നിരാകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഇതിലെ വിജയകുമാർ, അന്നത്തെ ബോർഡ് മെമ്പർമാരായിരുന്ന വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന അർത്ഥത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു കോടതി വിധിയിൽ പറയുന്നത് പോലെ അറസ്റ്റിലേക്ക് ഏതെങ്കിലും വ്യക്തികളിലേക്ക് ചെല്ലാൻ കഴിയില്ല. ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള SIT 2 അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷന്റെ MD-യെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി വിമർശനം വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി വിധി വിമർശനം വന്നതിന് ശേഷം അങ്ങനെ നമുക്ക് കാണാൻ കഴിയുമോ? പോലീസിന് അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു ദിവസം വിധി വരുന്ന ഉച്ചയ്ക്ക് 12 മണിക്ക് വന്ന വിധി 2 മണിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാൻ ചെന്നൈയിലും ബെല്ലാരിയിലും ഒക്കെ പോയി എന്ന് വിചാരിക്കുക എന്ന് പറയുന്നത് അത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. SIT-യുടേതായിട്ട് നടപടികളിലേക്ക് പോകും. ലഭിക്കുന്ന തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഒരു പ്രതി അറസ്റ്റ് ചെയ്യുക. ഒരുപക്ഷെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇതേ കോടതി തന്നെ പറയും, ഇപ്പോൾ കോടതി മുമ്പാകെ ലഭിച്ച തെളിവുകളായി എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ SIT-ക്ക് വീണ്ടും വിമർശനം എന്ന തർക്കത്തിൽ നിങ്ങൾക്കും മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അത്തരം നിർഭാഗ്യകരമായ സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടു ചെന്നെത്തിക്കുന്നതിന് പകരം വളരെ കൃത്യമായി സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളിൽ SIT അന്വേഷണം നടത്തുന്നുണ്ട്. അറസ്റ്റ് വൈകുന്നതിനെ കുറിച്ച് മാത്രമല്ല ചോദിച്ചത്, ഡിസംബർ 5-ാം തീയതിക്ക് ശേഷം അന്വേഷണ സംഘത്തിന്റെ ഒരു മന്ദതയാണ് എന്നുകൂടി ചൂണ്ടിക്കാട്ടി. ഡിസംബർ 5-ന് ഒരു പ്രത്യേകതയുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ്. അത് തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം, വോട്ടെടുപ്പിന് ശേഷം ഈ അറസ്റ്റോ അന്വേഷണമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെയല്ല, ഡിസംബർ 5-നാണ് ഈ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചുകൊണ്ട് കോടതി ഉത്തരവ് വന്നത്. അതിനുശേഷം മുന്നോട്ട് എന്തുകൊണ്ട് പോയില്ല? 2 പേർ, ശ്രീകുമാറിൻ്റെ അടക്കം ജാമ്യാപേക്ഷ നിരാകരിച്ചുകൊണ്ട് ഉത്തരവ് വന്നത് ഡിസംബർ 5-നാണ്. പക്ഷെ അതിനെ തുടർന്ന് ഇപ്പോൾ സുപ്രീം കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഒരു കോടതി ഒരു കാര്യത്തെ സംബന്ധിച്ച് കാണുന്ന കാഴ്ചപ്പാടല്ല മറ്റൊരു കോടതിയിൽ ഈ വിഷയം പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അറസ്റ്റ് തടയുന്നതിലേക്ക്, SLP ഫയൽ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അറസ്റ്റ് തടയുന്ന ഘട്ടത്തിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് എന്ന സാഹചര്യം കൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ ഓരോ കേസുകളെയും വ്യത്യസ്തമായി മാത്രമാണ് അതിൽ സമീപിക്കാൻ കഴിയുക. മറിച്ച് ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് SIT ഏതെങ്കിലും തരത്തിൽ കൂട്ടിലിട്ട തത്തയായി പോയി എന്ന് വിമർശിക്കുക. CBI എന്ന് പറയുന്നത് വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്ന അന്വേഷണ ഏജൻസിയാണെന്ന് കേരളത്തിലെങ്കിലും കോൺഗ്രസ് വിശ്വസിക്കുന്നത് എന്തായാലും മഹത്തായ കാര്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ്. പശ്ചിമഘട്ടത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ CBI എന്ന് പറയുന്നത് കൂട്ടിലടച്ച തത്തയാണെന്ന് വിളിച്ചു പറഞ്ഞത്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത് കോൺഗ്രസ് ആണ് എന്ന് മറന്നു പോകരുത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ശബരിമലയിൽ ഈ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് 2013-ലാണ്. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. ഇതെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വിമർശനം പറയുന്നത്. ഇതിൽ ആ 2013 വന്ന പോറ്റിക്ക് എങ്ങനെ തടിച്ചു കൊടുക്കാനായെന്നും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം ഇങ്ങനെ കട്ടുകൊണ്ടു പോകാനായി ഇതിൻ്റെ സാഹചര്യങ്ങളും കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്നത്, ദേവസ്വം ബോർഡൊക്കെ ഭരിക്കുന്നത് പാർട്ടിയാണ്, CPM ആണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ, പിണറായി വിജയൻ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പോറ്റി അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കണ്ടേ? ഉമ്മൻചാണ്ടിയുടെ കാലത്തും അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടായിരുന്നു. അത് അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ശബരിമല വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയെന്ന് മാത്രമല്ല, പിന്നെ അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. അപ്പോഴാണ് കോടതി പിടിച്ചത്. അതുപോലെ ആരും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല അത്. അപ്പോൾ എന്തൊരു ഒഡാസിറ്റിയാണെന്ന് നോക്ക്. ഒരു പ്രാവശ്യം അടിച്ചു മാറ്റി, രണ്ടാമത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പിടിച്ചത്.
അല്ല, ഈ 2019 മുതൽ നടന്നിട്ടുള്ള ശബരിമലയിൽ നടന്നിട്ടുള്ള നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നാം ഇതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുക. ഇതിൽ വളരെ കൃത്യമായ ഒരു ഗൂഢ ഉദ്ദേശം ഇക്കാര്യത്തിൽ ഇതിൽ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്ന് തുറന്നു സമ്മതിക്കണം. ചിലർ നിരപരാധികളും ഒരുപക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംരക്ഷിച്ചു എന്നതിൻ്റെ അതിൻ്റെ നേതൃപദവിയിൽ ഇരുന്നു എന്നതിൻ്റെ പേരിൽ നിരപരാധിയായി പെട്ടുപോയിട്ടുള്ള മനുഷ്യൻ അടക്കം ഇപ്പോഴും ഈ കേസിൽ ജയിലിൽ കഴിയുന്നു എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഇൻഅഡ്വർട്ടൻ്റ് ഒമിഷൻ അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിപ്പോയതുകൊണ്ട് കേസിൽ പ്രതിയാക്കപ്പെടുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുകയും ചെയ്യുന്ന ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വസ്തുതയാണ് ഇത് വലിയ തോതിൽ കേരളീയ പൊതുസമൂഹത്തെ വല്ലാതെ ആകുലതപ്പെടുത്തുന്നത് തന്നെയാണ്. അതിൽ നിന്ന് ഞാൻ മാറി നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ ഇതിൽ കാണേണ്ടത് ഇത് ആര് ഉണ്ണികൃഷ്ണ പോറ്റിയെ 2013 കയറ്റി എന്നുള്ളതല്ല. ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി മണലുപോലും നഷ്ടപ്പെടുന്നതിനിടയാകുന്ന ഒരു പ്രവൃത്തിയും ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പത്മകുമാറിനെ അടക്കം ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ച് ഈ വിവാദങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ പാർട്ടി നടപടിയിലേക്ക് പോയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ വരുന്ന ശബരിമല വിശ്വാസികളുടേതായിട്ടുള്ള ആ മഹാഭൂരിപക്ഷത്തിൻ്റെ ഒരു വിശ്വാസ്യത ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ പ്രാദേശിക സർക്കാർ രൂപീകരണത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ചില കണക്കുകൾ കൊണ്ട് മാറ്റി പറയാനാവും. കാരണം ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടുകൾ ഒരുപക്ഷെ UDF-നേക്കാളും വലുതാണെന്നും BJP-ക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്ക് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതെന്ന് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കണക്കുകൾ കൊണ്ട് നമുക്ക് ഒരുപക്ഷെ ഈ വാദങ്ങളെ നിരാകരിക്കാനാവും അല്ലെങ്കിൽ മറുവാദം ഉന്നയിക്കാനാവും. പക്ഷെ കണക്കുകളല്ല നമ്മുടെ മുന്നിലെ പ്രശ്നം. വസ്തുതകൾ, യാഥാർത്ഥ്യം. ഇടതുപക്ഷത്തിന് കേരളത്തിൽ കഴിഞ്ഞ പ്രാദേശിക സർക്കാർ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായിരിക്കുന്നു. അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും പരിശോധിച്ച് മറുപടി പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ കൂട്ടുത്തരവാദിത്വത്തിലേക്കാണ്. നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണത്തിന് CPI എടുത്തിട്ടുള്ള ചില നിലപാടുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാരിനെയും ഇടതുപക്ഷത്തെ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നു. ഒരൊറ്റ ഉദാഹരണം തന്നെ PM ശ്രീയിൽ CPI പരസ്യ നിലപാടെടുത്തിരുന്നു. ആ പരസ്യ നിലപാട് ഇടതുപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്, കേരളീയ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടിക്കൊരു ഇടതുപക്ഷത്തിനൊരു മിഷണറി ഉണ്ട്. ആ മിഷണറി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പരാജയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ അവസാനിപ്പിക്കുന്നതല്ല ഞങ്ങളുടെ രീതി. മറിച്ച് ഞങ്ങൾ പ്രാദേശിക തലത്തിൽ, ബൂത്ത് തലത്തിൽ അവലോകനം ചെയ്യുകയും തുടർന്ന് ഏരിയ കമ്മിറ്റിയിലോ താലൂക്ക് കമ്മിറ്റിയിലും വീണ്ടും ജില്ലാ കമ്മിറ്റിയിലും ചർച്ച ചെയ്തതിന് ശേഷം ആ പരാജയത്തിൻ്റെയും ജയത്തിൻ്റെയും കാര്യകാരണങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയും ആ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനമാണ് രാഷ്ട്രീയ തീരുമാനമായി അഭിപ്രായം പറയുകയും അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനം. അതൊരു വലിയ വിവിധ തലങ്ങളിലുള്ള മസ്തിഷ്കങ്ങൾ കൂട്ടായി ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ് പാർട്ടി ഇപ്പോൾ പല അഭിപ്രായങ്ങളെയും ആലോചിച്ച് പറയാം എന്ന തലത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം ഘടകകക്ഷികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അവരവരുടേതായ അഭിപ്രായ രൂപീകരണം കൂടി കഴിഞ്ഞതിന് ശേഷം കൃത്യമായി ഇതിലുണ്ട്. ഇനി 3 മാസം എന്ന് പറയുന്നത് ചെറുതായ കാലയളവാണെങ്കിൽ പോലും ആ ചെറുതായ കാലയളവിൽ വളരെ കൃത്യവും സക്രിയവുമായി ഇടതുപക്ഷത്തിന് തിരിച്ചു കയറാനാവും എന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ്. കാരണം ഇപ്പോൾ ലഭിച്ച പരാജയം ഇടതുപക്ഷ മനസ്സുകളെ ഇരുത്തി ചിന്തിപ്പിക്കുകയും തിരുത്തേണ്ടത് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇത്തരം ചില നിലപാടുകൾ എടുത്തത് എന്നതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഇടതുപക്ഷം തിരുത്തിയില്ലെങ്കിൽ അത് കേരളീയ പൊതുസമൂഹത്തിന്, ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയ ബോധത്തിന് അപകടമാകും. കാര്യം ഇപ്പോൾ ഈ പാരഡിയെ സംബന്ധിച്ച് തന്നെ പറയാം. മാറുന്ന ഇന്ത്യയിൽ എന്താണോ സംഭവിക്കുന്നത് അത് കേരളത്തിലും സംഭവിച്ചു എന്നുള്ളതാണ് പാരഡിക്കെതിരെ കേസെടുത്തതിലൂടെ വന്നത്. മാറുന്ന ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ശബ്ദിക്കുന്നവന്റെയും കേന്ദ്രത്തിൽ പ്രതിഫലിക്കുന്നത് കേരളത്തിലും പ്രതിഫലിക്കുന്നു എന്ന് എത്രയോ വട്ടം പ്രതിപക്ഷം മാത്രമല്ല നിഷ്പക്ഷരായ ആൾക്കാരും ചൂണ്ടിക്കാട്ടിയിട്ടു. അതൊന്നും സമ്മതിക്കാറുണ്ടായിരുന്നില്ല CPM. നിങ്ങൾ മോദിയുടെ അതേ പാതയിലാണ് എന്ന് എത്രയോ വട്ടം കഴിഞ്ഞ 10 വർഷത്തിൽ എത്രയോ ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ, സഖാവ് ആനി രാജ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ട് അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇനിയെങ്കിലും സമ്മതിക്കുമോ എന്നുള്ള ചോദ്യമാണ്. ഏറെ വൈകിപ്പോയെങ്കിലും ഞാൻ വരാം. അസ്കർ, ശ്രീ ജിൻഡോ,
ഇവിടെ ഈ പത്മകുമാറിനെതിരെ ഇനിയും നടപടിയില്ല, അതായത് ഇനിയും ഒരു നടപടിയുമില്ല എന്ന് CPM ശഠിക്കുന്നത് എന്തുകൊണ്ടാകാം? ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കടകംപള്ളിയിലേക്ക് കൂടി അന്വേഷണം വേണമെന്നാണ്. കടകംപള്ളിയുടെ പേര് ഇവരെങ്ങാനും പറയുമോ എന്ന ഭയമായിരിക്കുമോ? അജിംസെ, ഒന്നാമത്തെ കാര്യം, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഹസ്കർ ഇന്ന് കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെ തള്ളുന്ന രീതിയിലുള്ളൊരു അഭിപ്രായം പറഞ്ഞു. ഇതേ ഹസ്കറിനോടൊപ്പം പല ചാനലുകളിൽ ഇതേ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ്. അന്നൊക്കെ ഹസ്കറിന് ഈ നിലപാടുണ്ടായില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റ് തുന്നം പാടിയപ്പോഴാണോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വർഗീയതയാണ്, അത് കൈപിടിച്ച് കൂട്ടിപ്പിടിക്കാൻ പറ്റുന്ന പരിപാടിയല്ലെന്ന് തിരിച്ചറിഞ്ഞത്? ഇതേ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം നടന്ന് മലപ്പുറത്ത് പോയി മുസ്ലിങ്ങളെയും കോട്ടയത്ത് പോയി ക്രിസ്ത്യാനികളെയും കണിച്ചുകുളങ്ങര പോയി സ്വന്തം സമുദായത്തിലെ അംഗങ്ങളെ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശത്തെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കൈകോർത്ത് പിടിച്ച് മുഖ്യമന്ത്രി ആഗോള സംഗമവേദിയിലേക്ക് കടന്നു വന്ന് ഓർക്കുന്നുണ്ടോ? അന്നും നിങ്ങൾ ന്യായീകരിച്ചില്ലേ? അന്ന് അതിനെ എതിർത്ത് പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾ തള്ളുന്നു. ഉറച്ചു പറയണം, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയ പരാമർശങ്ങളാണ്, വിഷലിപ്ത പരാമർശങ്ങളാണ്. കേസെടുക്കാൻ നടപടി സ്വീകരിക്കണം, കേസെടുത്ത് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പറയാൻ ഹസ്കറിനെ പോലുള്ള ആളുകൾക്ക് ആർജവമുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. ഇനി ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇല്ലേ, അതൊരു വ്യാജ പൊള്ളയായ സംഗമമായിരുന്നു എന്ന് കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. നിങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് കാലി കസേരയെ സാക്ഷിയാക്കി പ്രസംഗിച്ചു. AI കസേര എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അത് പൊള്ളയാണെന്ന് അയ്യപ്പനും അയ്യപ്പ ഭക്തന്മാരും തെളിയിച്ചിട്ടുണ്ട്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ പോലുള്ള ആളുകൾ, വാസുവിനെ പോലുള്ള ആളുകൾ, മുന്തിയ CPMന്റെ പൗരപ്രമുഖന്മാർ ജയിലിലാണ്. ജയിലിൽ കിടക്കുന്ന പൗരപ്രമുഖന്മാരായിട്ടുള്ള വാസുവും പത്മകുമാറും മറ്റ് ആളുകളും ഒക്കെ പാർട്ടിയിൽ തുടരുന്ന ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞില്ല. അവർ തുടരും, കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. കോടതി കൊലക്കേസിൽ ശിക്ഷിച്ച കുഞ്ഞനന്തനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് എന്താ? കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത മഹാമനുഷ്യനാണെന്ന് പറഞ്ഞേ അല്ലേ? TP കേസിൽ ജയിലിൽ കിടക്കുന്ന ശിക്ഷിക്കപ്പെട്ട കൊലക്കേസ് പ്രതികളെ പോലും മാലയിട്ട് സ്വീകരിച്ച് കല്യാണം കഴിക്കാനും വീടിന്റെ പാല് കാച്ചൽ നടത്താനും സംരക്ഷണം കൊടുക്കുന്ന പാർട്ടി CPM. കോടതി ശിക്ഷിച്ചാലും പത്മകുമാറിനെയൊക്കെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് ഒന്നറയ്ക്കും. കാരണം പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞതുപോലെ കടകംപള്ളിയിലേക്കും കുറച്ച് കഴിയുമ്പോൾ വാസുവിൽ നിന്ന് വാസവനിലേക്കൊക്കെ സ്വർണ്ണക്കൊള്ളയുടെ ആ നൂലങ്ങ് പിടിച്ച് ചെല്ലേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുറത്താക്കാനും ശക്തമായ നടപടി സ്വീകരിക്കാനും പറ്റാത്തത്. ഡിസംബർ 5-ന് ശേഷം SITയുടെ അന്വേഷണത്തിൽ അമാന്ത സംഭവിച്ചിട്ടുണ്ട്, മെല്ലപ്പൊക്കുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പാർട്ടിന്റെ പുറകെ പോയി. അപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് SITയുടെ പുറകെയായിരുന്നു. ഇനിയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കള്ള സഖാക്കന്മാരെ പിടിക്കല്ലേ, തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പിടിക്കല്ലേ എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ്. അല്ലെങ്കിൽ SIT എന്തെടുക്കുമായിരുന്നു ഇത്രയും ദിവസം? ഹൈക്കോടതി ചോദിച്ചപ്പോൾ എന്ത് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പോയത്? അപ്പോൾ യാതൊരു തെളിവുമില്ലെങ്കിൽ പിന്നെ എന്തിനാ പെട്ടെന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ തന്നെ ഓടിപ്പോയി പിടിക്കുന്നത്? തെളിവില്ലാത്ത നീതിമാന്മാരെയാണോ പിടിച്ചത്? അല്ലെങ്കിൽ പറയണം തെളിവുണ്ടായിട്ടും ഇത്രയും ദിവസം ഞങ്ങൾ മെല്ലെ പോവുകയായിരുന്നു. സംസ്ഥാനത്തെ CPMന് ഇനിയും തകർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ സഖാക്കന്മാരെ അറസ്റ്റ് ചെയ്യാതെ മാറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഇനി താങ്കൾ പറഞ്ഞത്, താങ്കളുടെ ആദ്യഘട്ടത്തിലെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച താങ്കൾക്കും മനപരിവർത്തനം സംഭവിച്ചു എന്നാ. ഇല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. എങ്ങനെയാ? ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് പോറ്റിയെ ശബരിമലയിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. പ്രയാർ ഗോപാലകൃഷ്ണനാണ് അത്രേ. ആയിരിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണമുണ്ടെങ്കിൽ പിണറായി വിജയൻ 10 വർഷക്കാലം എന്തെടുക്കുമായിരുന്നു? പിണറായി വിജയന്റെ ആ ഭരണകാലത്താണ് 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും മേൽക്കൂരയും കട്ടിലയും കിട്ടാവുന്നതും ഒക്കെ ആ തട്ടിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയതെന്ന് വാർത്തകൾ പുറത്തു വരുന്നു അല്ലേ? 6 വർഷം മുമ്പ് സ്വർണം കട്ടവരെ കുറിച്ചിട്ടുള്ള ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ട് അത് മൂടി പിടിച്ച് അവരെ പോറ്റി വളർത്തത് പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്താണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പ്രയാർ ഗോപാലകൃഷ്ണനെ കുറിച്ചോ ഉമ്മൻചാണ്ടിയെ കുറിച്ചോ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷേപമുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തെടുക്കുമായിരുന്നു? ഇത്രയും കാലം എന്തെടുക്കുമായിരുന്നു? നിങ്ങളുടെ കൂട്ടത്തിലുള്ള കള്ള സഖാക്കന്മാർ ജയിലിൽ പോകുന്ന കാലത്താണോ നിങ്ങൾക്ക് ഓർമ്മ വന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് പോറ്റി ശബരിമല വന്നതെന്ന്? നാണമില്ല ഇത് പറയാനായിട്ട്. ഇനി 6 വർഷക്കാലം ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പായിട്ട് എഴുതി അത് കഴിഞ്ഞിട്ട് അത് പോറ്റിക്ക് കൊടുത്തുവിട്ടത് ഇതെല്ലാം പിണറായി വിജയന്റെ കാലത്താ, പത്മകുമാറിന്റെയും വാസുവിന്റെയും കാലത്താ. ഈ കട്ട് കിട്ടിയ സ്വർണത്തിന്റെ പകുതി കൊണ്ട് കല്യാണം നടത്താമെന്ന് ഇമെയിൽ അയച്ചത് വാസുവിനാ, അത് പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്താ. ഈ 6 വർഷക്കാലം ഈ സ്വർണ്ണക്കൊള്ളക്കാരെ അമ്പലക്കള്ളന്മാരെ മൂടി പിടിച്ച് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചത് CPMന്റെ ചെങ്കൊടിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ?
നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കണമെന്നേ. ഉമ്മൻചാണ്ടിക്കെതിരെയും പ്രയാർ ഗോപാലകൃഷ്ണനെതിരെയും മറ്റാർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ SITയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ പരാതി കൊടുക്കണ്ടേ? വെറുതെ വന്നിരുന്ന് ഈ വാചോടോവ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതിൽ കള്ളന്മാരെ സംരക്ഷിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. ഇനി ഇവരെ പുറത്താക്കാൻ പറ്റില്ല അജിംസെ. പുറത്താക്കിയാൽ ഇത് പലരിലേക്കും വരും. ഇനി ഒരു കാര്യം അജിംസ് ഈ ഹസ്കർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലും ഒട്ടും പേടിക്കാനില്ല, കണക്കുകൾ പറയുന്നത് LDFനാണ് മുൻതൂക്കമെന്ന. ഹസ്കർ എവിടെയാ കണക്ക് പഠിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ താങ്കളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നല്ല. നിങ്ങൾ CPM സഹയാത്രികരുടെയൊക്കെ കണക്കിന് എന്തോ കുഴപ്പമുണ്ട്. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് പ്രകാരം UDFനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. ശതമാന കണക്ക് നോക്കിയാൽ 38.81%. LDFന് കിട്ടിയത് 33.45%. ഇതിൽ ഏതാ വലുത്? 33 ആണോ 38 ആണോ? ഞാൻ പഠിച്ച കണക്കിൽ 38. അത് UDFന്റെ. മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ ഈ തവണ 5.36% വോട്ടുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ഇനി സീറ്റുകളുടെ എണ്ണം എടുത്തോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 7817 സീറ്റുകൾ വിവിധ തലത്തിലുള്ള ജനപ്രതിനിധികളായിട്ട് കിട്ടിയിട്ടുണ്ട്. CPMന് എത്ര കിട്ടി? 7455. ഇനി UDFിലെ രണ്ടാം കക്ഷിയായിട്ടുള്ള പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് 2844 ജനപ്രതിനിധികളെ കിട്ടിയപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ ഏതോ ഒരു ചർച്ചയിൽ ഹസ്കർ തന്നെ പറഞ്ഞ പോലെ പൂച്ചയോട് ഉപമിച്ച CPIക്ക് കിട്ടിയ 1018 വോട്ട് സീറ്റുകളാണ് കിട്ടിയത്. അപ്പൊ എവിടെയാണ് കൂടുതൽ ജനപ്രതിനിധികളുള്ളത്? എവിടെയാണ് കൂടുതൽ ശതമാനം വോട്ട് കിട്ടിയിട്ടുള്ളത്? അത് എല്ലാം UDFനോടൊപ്പമാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു കണക്കുകൾ നിങ്ങൾക്ക് ഒപ്പമാണെന്ന്. നിങ്ങൾ പഠിക്കാൻ ഒരു സാധ്യതയുമില്ല. നിങ്ങൾ പഠിക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം നിങ്ങൾ പഠിച്ച മിടുക്കന്മാരായി നന്നായി പോയാൽ നിങ്ങൾക്ക് ഒരു വട്ടം കൂടി ഇനി അധികാരത്തിലേക്ക് വരാൻ ഒരു സാധ്യത ജനങ്ങൾ തന്നാൽ ശബരിമലയിലെ ശാസ്താവിനെ കൂടി ആ തങ്ക വിഗ്രഹം കൂടി AKG സെന്ററിൽ കൊണ്ടുപോയി ഏതെങ്കിലും മുന്തിയ മുതലാളിമാർക്ക് മറിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ എങ്ങനെ വ്യാജ കണക്കിൽ വിശ്വസിച്ചിരുന്നോ? നിങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ കൈ കൂട്ടി പിടിച്ചോ? നിങ്ങൾ വോട്ട് കിട്ടാതെ പോകുമ്പോൾ മതന്യൂനപക്ഷങ്ങളെയും മതഭൂരിപക്ഷങ്ങളെയും ഒക്കെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന വർഗീയതയുടെ വിത്ത് വിളമ്പുന്ന ആളുകൾക്ക് മണ്ണൊരുക്കി കൊടുത്തുകൊണ്ടിരുന്നോ? നിങ്ങൾ നന്നാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം നിങ്ങൾ നന്നായാൽ ശരിയാവൂല. നിങ്ങൾ നന്നാകുമ്പോൾ നിങ്ങൾ മറ്റേ ശിവൻകുട്ടിയെ പോലെയാ ഒരു മാസ്ക് ഇട്ടിട്ട് സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ മാസ്ക് അണിയും, അതേസമയം തന്നെ സംഘപരിവാറിന്റെ മുമ്പിൽ മുട്ടിലഴയുകയും ചെയ്യും. ആ പണി നിങ്ങൾ ഇനി തുടരണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കണം. നിങ്ങൾ എന്തായാലും ജനങ്ങളുടെ പക്ഷത്തല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പക്ഷത്തുമല്ല, നല്ല മാർക്സിസ്റ്റുകാരുടെ പക്ഷത്തുമല്ല, നല്ല സഖാക്കന്മാരുടെ പക്ഷത്തുമല്ല എന്ന് ഈ മാസം തന്നെ റിവ്യൂ പൂർത്തിയാകുമെന്നാണ് LDF കൺവീനറും CPM സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം അതിനുശേഷം ഉണ്ടായി പാരഡി വിവാദം കൂടി ആ റിവ്യൂവിൽ ഉൾപ്പെടുമോ എന്നുള്ളത് കാണേണ്ടതാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നത് ഒരു ബാധയാണോ അതല്ല ഒരു ഉപകാരമാണോ എന്നൊക്കെ പാർട്ടിയും മുന്നണിയും വിലയിരുത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. നന്ദി ജിൻഡോ, ഹസ്കർ, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഇത്രയും സംസാരിച്ചതിന്.